പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിച്ചതായി താലിബാൻ സർക്കാർ ആരോപിച്ചു. അഫ്ഗാൻ പാക് അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ ബോംബിട്ടതായി സർക്കാർ പറയുന്നു. തലസ്ഥാനമായ കാബൂളിൽ സ്ഫോടനം നടന്നിരുന്നു. സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് താലിബാൻ ആരോപിക്കുന്നത്. കാബൂളിലും പാകിസ്ഥാൻ അതിക്രമിച്ചു കയറിയെന്നാണ് താലിബാൻ സർക്കാർ പറയുന്നത്. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഹി ഇന്ത്യ സന്ദർശിക്കുകയാണ്. ആക്രമണത്തെ മുത്താഹി അപലപിച്ചു. കാബൂളിൽ സ്ഫോടനം നടന്നതായി താലിബാൻ സർക്കാർ അറിയിച്ചു. എന്നാൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. നിലവിലെ സംഭവവികാസങ്ങളിൽ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ കുറ്റപ്പെടുത്തി. കാര്യങ്ങൾ വഷളായി പോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ സൈന്യത്തിനായിരിക്കുമെന്നും അഫ്ഗാൻ സർക്കാർ മുന്നറിയിപ്പ് നൽകി. അതിർത്തി ലംഘിച്ച പാകിസ്ഥാൻ്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധവും അഫ്ഗാൻ സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചതിനെ ശക്തമായി അപലപിക്കുന്നു. സ്വന്തം ഭൂപ്രദേശം പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. മുമ്പെങ്ങും ഇല്ലാത്തതും അക്രമാസക്തവും പ്രകോപനപരവുമായ നടപടിയാണിതെന്നും അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ്റെ ഒളിത്താവളങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമസേന ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് കാബൂളിലും സ്ഫോടനമുണ്ടായത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടുത്തിടെ അഫ്ഗാനിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാൻ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നാണ് ഖ്വാജ ആസിഫ് ആരോപിച്ചത്. ഇത് തുടർന്നാൽ പാകിസ്ഥാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. DTPക്ക് അഫ്ഗാനിസ്ഥാൻ സുരക്ഷിത താവളങ്ങൾ ഒരുക്കുന്നുവെന്നും ആസിഫ് വിമർശിച്ചിരുന്നു. താലിബാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഹി ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നതിനിടെ തന്നെയാണ് പാകിസ്ഥാൻ അഫ്ഗാൻ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും അടുക്കുന്നത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഭിന്നത വർദ്ധിച്ചു വരികയുമാണ്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് വിശ്വസ്തതയും പാകിസ്ഥാനോട് ശത്രുതയും പുലർത്തുന്നുവെന്ന് ഖ്വാജ ആസിഫ് തുറന്നടിക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാനികൾ എല്ലായ്പ്പോഴും ഇന്ത്യക്കൊപ്പം നിൽക്കുകയും പാകിസ്ഥാനെതിരെ നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. സ്ഫോടനങ്ങളെക്കുറിച്ച് അഫ്ഗാൻ സർക്കാർ അന്വേഷണം നടത്തുകയാണ്. സ്ഫോടനത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. TTP മേധാവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അഫ്ഗാൻ മാധ്യമങ്ങൾ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തിയിരുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനാണ് ഇന്ത്യയിലെത്തിയത്. UN സുരക്ഷാ കൗൺസിൽ യാത്രയ്ക്കായി ഇളവ് അനുവദിച്ചിരുന്നു. തുടർന്നാണ് ഇന്ത്യ സന്ദർശനത്തിനെത്തിയത്. 2021 അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഒരു ഉന്നത താലിബാൻ നേതാവ് ആദ്യമായാണ് ഇന്ത്യയിലെത്തുന്നത്. ആമിർ ഖാൻ മുത്തഹിയുടെ സന്ദർശനം നിർണായകമാണെന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞത്. ചർച്ചകളിൽ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാബൂളിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ മിഷനെ ഇന്ത്യ എംബസിയായി ഉയർത്തും. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് എംബസി പദവി പുനഃസ്ഥാപിക്കുന്നത്. നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ എംബസി ഉണ്ടായിരുന്നു.